യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛൻ മനസ്സിൽ കണ്ട പോലെ പറയുമ്പോ വീണ്ടും അങ്ങനെ അല്ലാന്ന് പറയാൻ എനിക്കാവില്ല അച്ഛ. അത് തന്നെയാ സത്യം. എല്ലാം എന്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ മതി അച്ഛ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇന്ദ്രന്റെ വീട്ടില് സംഭവിച്ചതൊന്നും നീ കാരണമല്ലല്ലോ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്പിളി, അവന്റെ ബുദ്ധി അവന്റെ ശരികൾക്ക് വേണ്ടി മാത്രമുള്ളതാ. അതിൽ നിന്നും വിനയന് ഇനി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇനി എപ്പോഴാ അച്ഛ? എന്നെങ്കിലും അവൻ മാറൂന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവനെ മാറ്റിയെടുക്കാൻ എന്താ അച്ഛ ഒരു വഴി? അതാ എനിക്കും മനസ്സിലാവാത്തത് അമ്പിളി. ഞാൻ എന്ത് ചെയ്താലാ അവന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ പറ്റുക? ഇന്ദ്രൻ വിനയനെ അടിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇന്ദ്രന് അവന്റേതായ ന്യായീകരണങ്ങളുണ്ട്. അപ്പോ അവനോട് എനിക്ക് പോയി പറയാൻ പറ്റൂ, ഇന്ദ്ര, നീ വിനയനോട് പോയി മാപ്പ് ചോദിക്കണമെന്ന്? പറഞ്ഞാൽ ഇന്ദ്രൻ അതിന് തയ്യാറാവൂ? അതും അറിയില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും കാലിൽ വീഴാൻ ഞാൻ ഒരുക്കാം. അതിലപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഇങ്ങനെ തളരല്ലേ, എല്ലാം ശരിയാവും. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിക്കും. അവസാനിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ മുമ്പിൽ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാവണം. എങ്കിലല്ലേ സമാധാനത്തോടെ അച്ഛനെ ഈ ജീവിതത്തിൽ നിന്ന് മടങ്ങി പോവാൻ പറ്റൂ. മഞ്ചാടി, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. പാട്ട് ഓഫ് ആക്കണം. എന്ത് കാര്യത്തിന്? വീണ്ടും ശല്യം ചെയ്യാനാണ് ഉദ്ദേശം? അയ്യോ, അങ്ങനെ പറയല്ലേ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന കേൾക്കാൻ ഒരു താല്പര്യമില്ല. പ്ലീസ് മഞ്ചാടി, അങ്ങനെ പറയല്ലേ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഒരു കാര്യത്തിൽ എനിക്ക് നിന്റെ പെർമിഷൻ വേണം. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ആ കുട്ടിയൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിട്ടേക്ക് മാഷേ. ജീവൻ വേണ്ട. നീ ടെൻഷൻ ആവണ്ട മഞ്ചാടി, നമ്മൾ ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ. ഓ എടാ മോനെ കോളേജ് കുമാരാ, നീ ഞാനും ഇപ്പൊ നിൽക്കുന്നത് നിന്റെ കോളേജ് ക്ലാസ് റൂമിലല്ല, ഓഡിറ്റോറിയത്തിലാ. പിന്നെ എടാ, ഞങ്ങളുടേത് കോളേജ് വിഷയമോ അല്ല, കുടുംബ വിഷയമോ. അതുകൊണ്ട് കുമാരൻ ഇതിലിടപെടണ്ട. ഇടപെട്ട് പോയല്ലോ കുടുംബക്കാരാ. ഒരു മതിലിനപ്പുറം കോളേജാ, അല്ലാതെ കുടുംബ വീടല്ല. ജീവൻ പ്ലീസ് ഒന്ന് പോ. നീ എന്താടാ ഈ കോളേജ് കാണിച്ചെന്നെ പേടിപ്പിക്കുവാണോടാ? 7 വർഷം ഞാൻ പഠിച്ച കളരിയത്. നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ ഇവിടെ പുറത്തു പോയെന്ന് അന്വേഷിച്ചു നോക്ക്. പിന്നെ ഇവള് നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. മോഹൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിലോ? മഞ്ചാടി എന്റെ ജൂനിയറായിട്ട് പഠിക്കുന്ന കുട്ടിയാ. അവക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടും. എന്നാ നീ ഇടപെടാ. പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നീ വല്ല ആളാകാൻ നോക്കുന്നുടാ. അവനൊന്നും ചെയ്യില്ലേ.
ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റൂ. നിർത്താനാ പറഞ്ഞു. നിർത്താൻ ഒന്ന് നിർത്ത്. നിർത്താനല്ലേ പറഞ്ഞേ. അയ്യോ ജീവൻ, അയ്യോ ജീവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആരെങ്കിലും ഒരു വണ്ടി വിളിച്ചു തരൂ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പെട്ടെന്ന് പോയി വണ്ടി വിളിച്ചോണ്ടോ. ആ ശരി. മോളെ ശരിയോളെ, മോളെ അച്ഛനാ, വാലോർക്ക മോളെ. അല്ല ചീരൻ എന്തു പറ്റി? ഇനി മുകളിൽ കുഞ്ഞുങ്ങളെ ഉറക്കാൻ പറ്റുവാണോ? മോളെ മോളെ ചീരു, കോളിമ്പല്ലടി കേട്ട വരേണ്ടതാണല്ലോ. യോ ദൈവമേ, ചീരുമോള് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണല്ലോ. പുറത്തുനിന്ന് പൂട്ടി പോയതാണെന്നാണല്ലോ തോന്നുന്നത്. എന്താ സീമേ? ബാലേട്ടാ, ചീര ഇവിടെ ഇല്ല. അത്യാവശ്യമായിട്ട് അമ്പിളിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അച്ഛനെ വിളിച്ച് പറയുന്നാണല്ലോ അവള് പറഞ്ഞ്. അയ്യോ, എന്നെ വിളിച്ചില്ലല്ലോ. അല്ല, പെട്ടെന്ന് പോകാൻ കാരണം എന്താണെന്ന് വല്ലതും പറഞ്ഞോ? എന്തോ അത്യാവശ്യമുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ. ബാലേട്ടനോ വിനയനോ വന്നിട്ട് പോയാ പോരെന്ന് ഞാൻ ചോദിച്ചതാ. അല്ല, 2 കുഞ്ഞുങ്ങളെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക്. ഞാനൊരു ഓട്ടോ വിളിച്ചു കൊണ്ടുവന്നു. അതിൽ അമ്മയും മക്കളെയും കയറ്റി വിട്ടു. അവിടെ ചെല്ലുമ്പോ അമ്പിളി ഉണ്ടാവുന്നാ പറഞ്ഞ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബാലേട്ട? ഏയ്, ഞാൻ പോകുന്നവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നാ സീമ വയ്ക്കും. ആ ശരി. ആ ആ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ചീരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവിടെ വന്നേ. നിന്നോട് പറഞ്ഞിട്ടാണോ
ചുരു മക്കളെ എടുത്ത് അമ്പിളിയുടെ അടുത്തേക്ക് പോയത്?